ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും പറയണം കൂട്ട് ഇതാ ഇന്ന് ഞാൻ തൂമ്പയും വാക്കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പണിയില്ലാഞ്ഞിട്ടാന്നൊക്കെ പല കമൻറ്റിലും ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ പണി ഇതാണ്, എൻ്റെ കുടുംബത്തിലുള്ള പണിയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല. ഓരോ ദിവസത്തെ എൻ്റെ ജോലികൾ ഞാൻ ചെയ്യേണ്ട എൻ്റെ ജോലിയുടെ ഭാഗങ്ങളാണ് ഞാൻ ഓരോ ദിവസം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലാണ്ട് പ്രത്യേകമായിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലെ നല്ല തോർച്ചയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് നമ്മുടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ളത്. അപ്പോൾ അത് കാട് കയറി മൂടി നിൽക്കുക, വരിപ്പ് വിട്ട് ഇറക്കിയായി. അപ്പോൾ നല്ല തോർച്ചയായോണ്ടേ അതിന് ഒന്ന് വരിപ്പ് വയ്ക്കാമെന്ന് കരുതിയ വരിപ്പും വെച്ച് കാടും പറിച്ച് വരിപ്പും വെച്ച് ചവറും കൂടെ വെച്ചാൽ അതിന് വേണ്ടിയാണ് ഇന്ന് ഇറങ്ങിയേക്കണം കേട്ടോ. ഇത്തവണ നട്ട ഇഞ്ചിയാണേ. അപ്പോൾ കാടൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. നല്ല മഴയല്ലായിരുന്നു, അതുകൊണ്ട് കാടൊക്കെ ആയി. ഇഞ്ചിയെ കൂടെയൊക്കെ വള്ളി പടപ്പൊക്കെ ചുറ്റി കയറിയിട്ടുണ്ട്. നല്ല വെയിലാട്ടോ. അപ്പോൾ ഒത്തിരി ഇഞ്ചിയൊന്നുമില്ല കേട്ടോ, 3-4 കണ്ടൊക്കെ ഇഞ്ചിയുണ്ട്. പിന്നെ ഞാൻ ഈ അല്ലാണ്ട് ഇങ്ങനെ പറമ്പിക്കൂടെ ഓരോ ചോടായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് നമ്മുടെ കൊടിത്തൂവ ചൊറിയണൻ എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ്. നമ്മുടെ കയ്യെ മുട്ടിയ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അതിഷ്ടംമാതിരി കയറിയിട്ടുണ്ട്. അപ്പം ഞാനിതിന് ചെയ്യണ വളർന്ന് പറഞ്ഞ് ഉള്ള ചാരം, നമ്മുടെ വിറക് കത്തിക്കുന്ന ചാരമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ചെയ്യുന്നത് ചാണകം. ഈ ഇത്ര നാളും മഴയുള്ളത് കൊണ്ട് പച്ചച്ചാണകം അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് തല്ലി കഴുകി അങ്ങ് ഇറങ്ങിക്കോളും. ഇതിപ്പോൾ ഇനി വെയിലത്തിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കണം. നന്നായിട്ട് വളരും കേട്ടോ. ഇഞ്ചിയൊക്കെ നന്നായിട്ടുണ്ടാവാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. മഴയാണെങ്കിൽ കലക്കിയൊന്നും ഒഴിക്കണ്ട, മഴയില്ലെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ഞാൻ ചാരം ഇട്ട് കൊടുക്കാറുണ്ട്. ഇഞ്ചിക്ക് മഞ്ഞളിനും നമ്മുടെ അടുപ്പിലെ ചാരമൊന്നും ഞാൻ കളയാറൊന്നുമില്ല. അതെല്ലാം പച്ചക്കറിക്ക് ഇഞ്ചിക്ക് മഞ്ഞളിനും ഒക്കെ മാറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലാണ്ട് വേറെ സെപ്പറേറ്റ് വാങ്ങിച്ചുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ അടുക്കളയിൽ ഈ മാതിരി വളങ്ങളുള്ളപ്പോൾ നമ്മൾ വേറെ വളങ്ങളുടെ പുറകെ എന്തിനാലേ പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ജൈവ വളങ്ങളാണ് എനിക്കുള്ളൂ. കണ്ട ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ ഇതായിട്ട് കണ്ടല്ലാണ്ട് ഇങ്ങനെ നട്ടു കൊടുക്കാറുണ്ട് ഇഞ്ചി മഞ്ഞളൊക്കെ. കണ്ട ഈ കൊടിത്തുവ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ തോരൻ വയ്ക്കാനും താളിപ്പോ ആക്കാനൊക്കെ നല്ലതാണ്. എല്ലാവരും ഓർക്കും അത് ചൊറിയും, പക്ഷെ നല്ല ടേസ്റ്റ് അത് വെച്ച് കഴിഞ്ഞാൽ. കർക്കിടക മാസമല്ലേ, കർക്കിടക മാസത്തിൽ 10 ഇലകളൊക്കെ വെച്ച് തോരൻ വെക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്കിനി ഒന്ന് വെക്കണം എല്ലാ പ്രാവശ്യമൊക്കെ. ഈ കർക്കിടക മാസത്തിൽ ചേമ്പല അങ്ങനെയൊക്കെ കൂട്ടിയ ഇലകളൊക്കെ കൂട്ടിയ നമ്മുടെ വയറ്റിലെ തലമുടി അങ്ങനെയുള്ള വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ പോകുമെന്നാണ് പറയുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെയൊക്കെ വെച്ച് കൂട്ടണം എന്നാണ് പറയുന്നത്, പണ്ടുള്ളവർ പറയുന്നത്. ഫുള്ള് കാടായേ. അങ്ങോട്ട് പച്ചക്കറിയിലേക്ക് ഇറങ്ങിയാലും ഫുള്ള് കാടാ. പിന്നെ ഓരോ ദിവസവും അങ്ങനെ പറിച്ച് തീർക്കണം. ഈ പണിയുണ്ട് കേട്ടോ ഇന്ന്. കാരണം രാവിലെ തന്നെ ഇവിടെ വെയിലായതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഞാൻ ജാതിക്ക് പറക്കിയിട്ടില്ല. അതാ ഇപ്പോൾ തുടക്കത്തിലേ വേണ്ട ഇഞ്ചിക്കൊരു പഴുപ്പ് പോലെതായ ഇലയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ എങ്കിലും ഇതൊക്കെ എന്നാ ഇപ്പം ചെയ്യേണ്ടതെന്ന് അറിയുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ മഴയൊക്കെ പോയി വേണ്ട വരിപ്പ് വെച്ചത് പോയി. അപ്പോൾ ഇതൊന്ന് വരിപ്പാക്കി കൊടുക്കാം. അപ്പോൾ പലരും വീഡിയോ കാണുമ്പോഴേ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറയും ഞങ്ങൾക്ക് സ്ഥലമില്ല, വാടകയ്ക്ക് താമസിക്കണേ, കൃഷി ചെയ്യാൻ സൗകര്യമില്ല. അന്നൊക്കെ ഇങ്ങനെയൊക്കെ കൃഷി ഓരോന്ന് ചെയ്യണേ, പച്ചക്കറി അങ്ങനെ ഓരോന്ന് ചെയ്യണേ ഇഷ്ടം. നിങ്ങൾക്ക് മണ്ണ് വേണമെന്നില്ല. നമ്മൾ മുറ്റത്ത് അടിച്ചു കൂട്ടണ കരിയില ഉണ്ടല്ലോ, അത് ഗ്രോ ബാഗിൽ കളക്ട് ചെയ്ത് വയ്ക്കുക. അത് കുറേ നാളുകൾക്ക് ശേഷം എന്തായിട്ട് വരും, അത് നമ്മുടെ കമ്പോസ്റ്റാണ്, നല്ല അടിപൊളി കമ്പോസ്റ്റാണ്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പച്ചക്കറിയോ അതുപോലെ ഇങ്ങനത്തെ ഇഞ്ചിയോ എന്തെങ്കിലും 2 ചോട് കുഴിച്ച് വെച്ചാൽ അത് നന്നായിട്ടും ഉണ്ടാവും കേട്ടോ. ഇപ്പം മണ്ണില്ല എന്ന് കരുതി, നമുക്ക് പറമ്പില്ല എന്ന് കരുതി കൃഷി ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ഒത്തിരി കമൻസ് എനിക്ക് വരാറുണ്ട്. അയ്യോ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും കൃഷിയൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമുള്ളവരൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കമൻസ് എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. നല്ല കാടായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാടും കൂടെ ഒന്ന് തെളിച്ച് ഇത്തിരി മണ്ണിട്ട് കൊടുത്താലേ. എല്ലായിടത്തും ഈ കമ്പ് കുത്തി കൊടുക്കണം. ഈ കൊന്നക്കമ്പ് തന്നെയാണ്, അതുകൊണ്ട് കൊന്നയുടെ ചവറ് നോക്കിയിട്ട്. അപ്പോൾ അതങ്ങ് ഇഞ്ചിക്ക് വെക്കാം.
ഏറ്റവും നല്ല വളമുള്ള ചവറാട്ടോ ഈ കൊന്നച്ചവറും പിന്നെ പ്ലാവിൻ്റെ അങ്ങനെയൊക്കെ വയ്ക്കണം നല്ലതാണ്. ഇതങ്ങ് ചീഞ്ഞ് ഇപ്പം തന്നെ അങ്ങ് വളമായിക്കോളും. നമ്മൾ ഈ ചവറ് വെച്ച് കൊടുത്താൽ ഈ മണ്ണോട്ടിട്ട് ചവറ് വെച്ച് കൊടുത്താൽ പിന്നെ പുല്ലും കാര്യങ്ങളൊന്നും കയറില്ല. അല്ലെങ്കിൽ പുല്ല് കയറി വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കണം വളം അങ്ങ് ആ പുല്ലങ്ങ് വളർന്നു പോകുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.